പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം 11-ാം തീയതി. പ്രാർത്ഥന. മരിയാമ്പികയെ, അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസ്തത പ്രകടിപ്പിച്ചു. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അങ്ങേ വചസ്സുകളിലൂടെ ഒരു നവ്യലോകത്തെ സൃഷ്ടിച്ചു. നാഥേ, ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും അതിനനുസരണമായി ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദിവ്യകുമാരൻ്റെ രക്ഷകരമായ വചനങ്ങൾക്കനുസൃതമായി നയിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ. പരിശുദ്ധ മാതാവിനുള്ള അപേക്ഷ. പരിശുദ്ധമ്മേ മാതാവേ, എല്ലാ ജയിൽ നിവാസികളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി അവർക്ക് സുബോധം വരുവാനും അവശേഷിക്കുന്ന കാലം നല്ല വ്യക്തിയായി ജീവിക്കാനുമുള്ള അനുഗ്രഹവും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധമ്മേ മാതാവേ, മരണമടഞ്ഞ എല്ലാ വ്യക്തികളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇഹലോക ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പുണ്യകർമ്മങ്ങളെല്ലാം ചേർത്ത് വെച്ച് അവർക്ക് പരലോകത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സുഹൃത്ത് ജപം. ബോധനായത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ.